ബാബു എന്താ ക്ലീറ്റസേ? ഞാൻ അങ്ങോട്ട് പോയപ്പോ നീ തുറന്നിട്ടില്ലായിരുന്നു. നീ ഏതെവിടെ? എന്താ ക്ലീറ്റസേ കാര്യം? നീ എന്ത് വേല കാണിച്ചേ? ഇന്നലെ നീ എന്താ പറഞ്ഞിട്ടാണ് പോയത്? ഇന്നലെ വൈകുന്നേരം നീ പൈസ കൊണ്ട് തരാന്ന് പറഞ്ഞല്ലേ? പൈസ വേണം, ഞാൻ തുറന്നതേ ഉള്ളൂ. ഒരു ടിക്കറ്റ് പോലും വിറ്റില്ല, കച്ചവടം നടക്കണ്ടേ? അല്ല ഞാൻ ചോദിച്ചോളൂ, ഇന്നലെ വിറ്റ ടിക്കറ്റിന്റെ പൈസയൊക്കെ നീ എന്ത് ചെയ്തു? വിറ്റ ടിക്കറ്റിന്റെ പൈസ ടിക്കറ്റ് എടുത്ത് വെച്ചേക്കുന്നുണ്ടല്ലേ? ടിക്കറ്റ് ഒന്നും അല്ല നീ ദിവസവും വിൽക്കുന്ന ടിക്കറ്റിന് അടുത്ത ടിക്കറ്റ് എടുക്കുന്നു, ആ പൈസക്ക് അടുത്ത ടിക്കറ്റ് എടുക്കുന്നു. അപ്പൊ നിനക്ക് ചെലവിന് പൈസ ഒന്നും കയ്യിലില്ലേ? പൈസ വേണ്ട ക്ലീറ്റസേ. ടിക്കറ്റ് എന്തെങ്കിലും പോയാലേ എനിക്ക് തരാൻ പറ്റുള്ളൂ. നിനക്കറിയാമോ നിന്റെ APL കാർഡ് BPL ഒക്കെ ഞാൻ ഓഫീസിൽ ആരെല്ലാം കാല് പിടിച്ചെന്ന്? എനിക്ക് തീരെ നിവർത്തിയില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ കാർഡ് ഇതാക്കിയത്. എടേ ഇത് കൊള്ളാം, നിനക്ക് നിവർത്തിയില്ല എന്ന് പറയാൻ നിന്റെ കാര്യം കഴിഞ്ഞപ്പോ നിവർത്തിയില്ല. എന്റെ തങ്കം പറയണ ശരിയല്ല. നാട്ടുകാർക്ക് വേണ്ടി ഞാൻ ജീവിച്ചപ്പോ ഞാൻ പട്ടിണിയാവും. നീ ഒരു കാര്യം കളിക്കാതെ പൈസ അല്ല എന്റെ കയ്യിൽ ഒരു ചായ കുടിക്കാൻ പോലുള്ള പൈസ എന്റെ കയ്യിലില്ല. നീ 500 രൂപ എനിക്ക് തരാന്ന് പറഞ്ഞാൽ ഇപ്പൊ തുറന്നതേ ഉള്ളൂ. ഒരു ടിക്കറ്റ് ചെലവാവട്ടെ. ബാബു നീ ഒരു 200 രൂപ താ. എനിക്കൊരു 200 രൂപ താ. 200 രൂപ ആയിട്ട് ഒരു 50 രൂപ കച്ചന്റെ എടുക്കാനില്ലല്ലോ. അതാ നോക്കിയേ. നീ പെരുമാറ്റം മറ്റ് വേല കാണിക്കരുത് കേട്ടാ. നിന്റെ ഒരിക്കലും നിന്റെ ഒന്നും പൈസ കാണൂല. ആ കൈനീട്ടം പറ്റില്ല. നീ കൈനീട്ടല്ലേ വിൽക്കണ്ട. കൈനീട്ടം വിൽക്കൂല. നീ ഒന്നും ഒരിക്കലും കൈനീട്ടം വിൽക്കൂല. എവിടെയെന്ന് എത്ര നേരം ഞാൻ കറി വെക്കാൻ വേണ്ടി നിക്കണു. അതെ പോയ കാര്യം നടന്നില്ല. നടന്നില്ലേ? അപ്പൊ തന്നെയും കൂടെ ഇറക്കാന്ന് പറഞ്ഞല്ലേ നിങ്ങൾ അങ്ങോട്ട് പോയത്? ഇല്ല ഞാനും വിചാരിച്ചു പറഞ്ഞപ്പോൾ ഉടനെ നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അയാൾക്കും പൈസ മറിഞ്ഞില്ല. ഈ മറിഞ്ഞില്ല എന്ന് പറയുമ്പോ ഈ കേൾക്കണവര് വിചാരിക്കും ലക്ഷങ്ങളാന്ന്. 200 രൂപ അല്ലേ ക്ലീറ്റോ? 2 100ന്റെ നോട്ട് അതും ഇല്ല. ഓ കഷ്ടം എന്റെ പൊന്ന് ക്ലീറ്റോ, എന്തിനാ നിങ്ങൾ ഇത്രയും പന പോലെ വലുതായത്? തങ്ക ഇത് എന്ന് പറഞ്ഞ പൈസ അല്ലേ നമ്മൾ വിചാരിക്കും പോലല്ല. മനുഷ്യന്റെ കണക്കൂട്ടിൽ തെറ്റിപ്പോണേൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ കണക്കുകൂട്ടില് തെറ്റിപ്പോ ഭയങ്കര ബിസിനസ്സിൽ അംബാനി നിക്കണ നിപ്പുണ്ടോ? അയ്യോ ഇത് എന്റെ അല്ല, അയാളുടെ കണക്കൂട്ടിൽ തെറ്റിയുണ്ടല്ലോ. ഇന്ന് തരാന്ന് ഉറപ്പ് പറഞ്ഞല്ലേ? അത് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, കടയിൽ നിന്ന് 1 കിലോ ഉള്ളി മേടിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ കടായിട്ട്? രാവിലെ ചെന്ന് കടം ചോദിക്കണ എന്ത് മോശമല്ലേ? അയാൾ എന്നിട്ട് വേണം ഇനി പൈസ ഇല്ലാന്ന് പറയുമ്പോൾ എന്തെങ്കിലും. ഇങ്ങനെയൊക്കെയുള്ള വകതിരിവൊക്കെ അറിയാല്ലേ? ഞാൻ അത്ര എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ മര്യാദ രാമനാന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇനി ഉച്ചക്ക് എന്റെ അടുത്തിട്ട് തിന്നു നിങ്ങള്. അതെ ഈ ഉള്ളി ഇല്ലാതെ ഉള്ളിക്ക് പകരം സവാള ഇട്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ? സവാള ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ടോ? സവാള ഇല്ലല്ലേ? മര്യാദക്ക് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ ക്ലീറ്റോ? കളിക്കണം നടന്ന്. നമുക്കിന്ന് ഉച്ചയ്ക്ക് കപ്പയാക്കിയാലോ? കപ്പ എവിടുന്ന്? കപ്പ ഞാൻ കൊണ്ടുവരാം. എവിടുന്ന് കൊണ്ടുവരും? നിങ്ങൾ നട്ടിട്ടുണ്ടോ കപ്പ? ഇല്ല, നമ്മുടെ ബാക്കിലെ പറമ്പിൽ കപ്പ നിൽപ്പുണ്ട്. ഞാൻ പിഴുതുകൊണ്ട് വരാം. ഇത്ര നാൾ ഈ കുഴപ്പമുണ്ടല്ലോ, ഇനി കരക്കട്ടെ പറമ്പിൽ മോഷ്ടിക്കാൻ തുടങ്ങിക്കോ. കപ്പയും തേങ്ങയും മാങ്ങയൊക്കെ ആയിട്ട്. 2 കപ്പ എടുത്തെന്ന് പറഞ്ഞ് ഒരു കോടതി ശിക്ഷിക്കാനൊന്നും പോണില്ല. മാത്രമല്ല ആ വസ്തുവിന്റെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്റെ വസ്തുവിൽ ഒരു കണ്ണ് വെച്ചോളേ. നിങ്ങളെ ഉണ്ടക്കണക്ക് കുത്തി എടുക്കും അയാള്. ഇങ്ങനെ നോക്കൂല ഇടക്കിടയ്ക്ക്. എന്റെ കപ്പയല്ലേ തങ്കം, അല്ലാതെ സ്വർണ്ണമൊന്നും അല്ലല്ലോ. ഇപ്പൊ തിന്നെ വേണം, എന്നെ കൊണ്ടൊന്നും ചെയ്യാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഒരു ചാക ക്ലീറ്റോ, അതാ നല്ലത്. നിങ്ങൾ എന്തിനിങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കണതാ? ഞാൻ ചത്താ നിന്റെ വിശപ്പുമാ? ആ തീരും. എടാ ഇതെന്തൊരു കഷ്ടം. ഒരു കാര്യം ഉത്തരവാദിത്തമായിട്ട് പറഞ്ഞിട്ട് ഒന്നും ചെയ്യില്ല എന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചാടല്ലേ? അതൊക്കെ ഞാനൊരു മനുഷ്യനല്ലേ? നിങ്ങൾ മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നില്ല ക്ലീറ്റോ. കൈയും കാലിടുന്ന് മാത്രമേ ഉള്ളൂ. എന്ത് വന്നാലും പൈസയുടെ കാര്യം പറഞ്ഞ നേരം എടുത്ത ഈ വീട്ടില് ഒരു സമാധാനം തരത്തില്ല. പൈസ എനിക്ക് ഇച്ചിരി വരാനുണ്ട്, അത് വരാൻ സമയം എടുക്കും. നിങ്ങളുടെ പൈസ ഇനി വരില്ല, അത് നോക്കിയിരിക്കണ്ട. എന്റെ കർത്താവ്, ഇത് ഒരു രീതിയിൽ ഈ വീട്ടിൽ സമാധാനം തരില്ല എന്ന് പറഞ്ഞ സമാധാനം തരണം. ആവശ്യത്തിലുള്ള സാധനങ്ങൾക്ക് ഞാൻ എവിടെ പോവാന്ന് പറഞ്ഞു. നിങ്ങൾ സാധനങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ചെലവാക്കാൻ പഠിക്കണം. ഇപ്പൊ ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കണം, ഉള്ളപ്പോ ഉള്ള പോലെ. എങ്ങനെ 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 കൊച്ചുങ്ങളെ ഇല്ലായ്മ പറഞ്ഞു മനസ്സിലാക്കി തന്നെ ജീവിക്കേണ്ടത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കുന്ന കാല പാലായില് നിങ്ങൾ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ് നടന്നെന്നോ, സ്വർണ്ണ കരണ്ടി വെച്ചെന്നോ, കിരീടം വെച്ചെന്നൊക്കെ. അത് ഞങ്ങളുടെ നല്ല സമയത്ത് സ്വർണ്ണമൊക്കെ കെട്ടി തന്നെ നടന്നു. ഇല്ലാതെ വന്നപ്പോ ഞാൻ വെറും നൂലും കെട്ടി നടന്നിട്ടുണ്ട്. അതിപ്പോ ഉള്ളപ്പോ അങ്ങനെ, ഇല്ലാത്തപ്പോ ഇങ്ങനെ. ഒരു പാവം മനുഷ്യൻ വെള്ളം ഉപദ്രവം ഉണ്ടോ നോക്കിയപ്പോ ഉള്ളപ്പോ ഉള്ള പോലെ, ഇല്ലാത്തപ്പോ ഇല്ല പോലെ. എന്റെ കൊച്ചിനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് വേണ്ടി വേണ്ട അവർക്ക് ചോറ് കൊടുക്കണ്ടേ? ഇവിടത്തെ വഴക്ക് തീരണമെങ്കിൽ നിന്റെ തന്ത നന്നാവണം. പിന്നെ തന്ത മാത്രം നന്നായാ മതി. തന്തയ്ക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് എന്നെ പോലെ പിന്നെ ഭയങ്കര ഭാഗ്യം തന്നെ. അയ്യോ എന്റെ കഷ്ടകാലം എന്ന് പറയാതെ അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. എന്തിനാ അടക്കണ? അവരാരും ഇല്ലേ ഇവിടെ? അവരാരും ഇല്ലേ? ഇന്ന് രണ്ടുപേരും കൂടെ വിരുന്ന് പോയിരിക്കും അമ്മാവൻ്റെ അവിടെ.
അത് ശരി, അപ്പൊ ഇന്ന് വരൂലേ അവര്? എനിക്കറിഞ്ഞൂടോ, വരുമായിരിക്കും. എന്ത് കഷ്ടാണ് അമ്മ ഇത്. എനിക്കിപ്പോ അവിടെ നിന്ന് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, മാമയുടെ കുട്ടി ആ പുസ്തകം എടുത്തിട്ട് ഇവിടെ വന്നിരുന്ന് വായിച്ചു. അതല്ല അമ്മ, അവര് രാവിലെ ഇപ്പൊ തുടങ്ങി വരക്ക്. ഉള്ളി വാങ്ങിച്ചില്ല, അരി വാങ്ങിച്ചില്ല, അതും ഇതും. എനിക്ക് എടി, വീടാവുമ്പോ അങ്ങനെ തന്നെയല്ലേ, വീടാവുമ്പോ അങ്ങനെ തന്നെയാണ്. അല്ല, ഇത് അങ്ങനത്തെ ഇത് ഗുരുതരമായിട്ടുള്ള വരക്ക. എടി, അത് ദിവസവും നടക്കുകയല്ലേ അവിടെ, നീ അത് മുറുകുമ്പോ ഇങ്ങോട്ട് പോരുന്ന്. അല്ല മാമ, പ്ലീസ് ഒന്ന് വന്ന് സോൾവ് ചെയ്യ്. അയ്യയ്യേ, മാമയുടെ അതിന്റെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ആകെ പ്രശ്നമാവും. പിന്നെ അമ്മ എന്തൊക്കെ ലിസ്റ്റ് ഇട്ട് വെച്ചെന്ന് മാമയ്ക്ക് അറിയില്ലല്ലോ, അതൊക്കെ വാങ്ങിക്കേണ്ടി വരും ചിലപ്പോ. അല്ലാണ്ട് പിന്നെ എന്താണ്? വാ, നീ കേറി. മാമൻ വാ. അയ്യോ, എനിക്ക് വരാൻ പറ്റില്ല, നിങ്ങളുടെ കുടുംബ പ്രശ്നമല്ലേ. സാരില്ലടി. എന്താ ക്ലീറ്റസ്, എന്താണ് പ്രശ്നം? നിന്റെ പെങ്ങള് രണ്ടാമതും ഗർഭിണി, അവക്ക് മസാല ദോശ വേണം, വാങ്ങിച്ചോണ്ട് കൊടുക്കുവോ? പോയി വെക്കണത്തിന്റെ കൊറേ രാവിലെ ഇറങ്ങിക്കോളൂ. ഞാൻ എനിക്കറിയാടേ പോവാൻ, നിന്റെ വേണ്ട. എന്റെ ദൈവമേ, ഇങ്ങനെ കുടുംബം നശിപ്പിക്കാനുണ്ടായ മനുഷ്യൻ പാലായെന്ന് കുറ്റി പറിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. നീ വേറെ വല്ലവരും നോക്കി വെച്ചിട്ടുണ്ടോ? ഇറങ്ങി പോടി. ആ, ഇറങ്ങി പോവും, നഷ്ടമൊന്നുമില്ലല്ലോ നിങ്ങക്ക്. രാവിലെ ഇറങ്ങിക്കോളും, വേറൊരു പണിയില്ല. എന്താടാ കഞ്ചാവ് വലിച്ചാ നീ? പോടാ. എന്താടി, എന്താണ് നിങ്ങളിത് എപ്പോ തുടങ്ങിയതാ? എന്റെ പൊന്നെ, എന്നെ നീ ഇങ്ങോട്ടെങ്കിലും കൊണ്ടുവന്ന് ആക്കോ ഈ കുടുംബത്തിൽ നിന്ന്. എനിക്ക് പറ്റാതായി. വല്ലാത്തൊരു കഷ്ടമാണ് കേട്ടോ. ഇത് എന്നും ഈ വഴക്കും വക്കാനായിട്ട് എങ്ങനെ കഴിയാനാണ്? എടാ, വഴക്കിടണ്ടെന്ന് വിചാരിച്ചാടാ എല്ലാ ദിവസവും ഞാൻ എഴുന്നേക്കണേ. ഈ മനുഷ്യന്റെ ഈ കോസ്രാക്കൂളി വർത്താനം കേൾക്കുമ്പോ പറഞ്ഞു പോണത് അറിയാതെ. ഇന്നിപ്പോ എന്താ പ്രശ്നം? 1/2 കിലോ ഉള്ളി മേടിക്കാൻ പറഞ്ഞു വിട്ടതാ. 1/2 കിലോ 200 രൂപ എടുക്കാനില്ല എന്നാ മനുഷ്യന്റെ കയ്യിൽ. ഉള്ളിക്ക് നല്ല വിലയാ. ഉള്ളിക്ക് വിലയായിട്ട് എന്താ, വീട്ടില് സാധനങ്ങൾ വേണ്ടേ? നിനക്കെന്നാ എന്നോട് പറഞ്ഞ പോലെ ഞാൻ വാങ്ങിച്ചോണ്ട് തരില്ലേ? അപ്പൊ ക്ലീറ്റോ എന്തിനുള്ളതാ? തിന്നാൻ വേണ്ടിയിട്ടുള്ളതോ, ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളതോ? ഒരു കാര്യം പറയാൻ പാടില്ല, പറഞ്ഞ അപ്പ പാർട്ടി ആഭ്യന്തര പ്രശ്നങ്ങൾ പറയും. ഇപ്പൊ അപ്പുറത്തെ പറമ്പിലെ കപ്പ പറിക്കാൻ പോയേക്ക് വന്നിട്ട്. എന്തിന്? ഇവിടെ തിന്നാനില്ല, നമുക്ക് കപ്പ പുഴുങ്ങി തിന്നാന്ന്. ക്ലീറ്റോ നട്ടേക്കണല്ലേ അപ്പുറത്തെ പറമ്പിലെ കപ്പ. ഇങ്ങനെയൊക്കെ പറയുമ്പോ പിന്നെ എങ്ങനെ പറയാതിരിക്കും ഞാൻ? ഈ 10-12 വർഷമായിട്ട് നീ ഇങ്ങനെ വഴക്കും വാക്കാനായിട്ട് പോയില്ലേ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നീ അവനോട് അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, എന്ത് വേണേ പറഞ്ഞോട്ടെ, നീ അവനോട് ചിരിച്ചങ്ങ് പെരുമാറിക്കോ. വാ, ചിരിച്ച് പെരുമാറാൻ പറ്റും. നീ ഒരാഴ്ച ഇവിടെ വന്ന് നിന്ന് നോക്കേ, അപ്പൊ അറിയാം എന്റെ വിഷമം. അപ്പൊ എന്താവും? ചിരിച്ച് പെരുമാറിയ കുറെ ഉണ്ടാവും. അല്ലാതെ വേറെ എന്താ ചെയ്യാന്ന്? അല്ലാതെ വെറുതെ ഇനി മരിക്കുന്നത് വരെ ഈ വെറുതെ വഴക്കും വെക്കാനായിട്ട് തന്നെ വേണോ? എങ്ങനെയാടാ അതിന്റെ മുഖത്ത് നോക്കി ചിരിക്കണത്? ഇങ്ങോട്ട് അങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കും മനുഷ്യനെ. നിനക്ക് അറിയാൻ പാടില്ല എന്റെ സ്വഭാവം ശരിക്കും. ഇവല്ല മാസ്ക് ഇട്ട് ചെവിയിൽ 2 പഞ്ഞിയും വെച്ചിട്ട് നിൽക്കണം, അപ്പൊ പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഞാൻ പറയണത് പറഞ്ഞു, ഇനി എന്തൊക്കെയാന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് മനസ്സിൽ ചെയ്തു പോടാ. ആ വാ, ഞാൻ പോട്ടെ. തങ്കം, നിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അന്വേഷിക്കണ്ടായി. എന്തിന്? ഈ കൊല്ലത്തെ ഡീസന്റ് ഫാമിലിക്കുള്ള അവാർഡ് നിങ്ങൾക്കാണെന്ന് പറയുന്നത്. കളിയാക്കിക്കാൻ മോനെ, കളിയാക്കിക്കാം, നല്ലതാ. ആ പോട്ടെ. പാലയിൽ ഇനി പോകുന്ന പോലത്തെ എന്താ പാലയിലേ ചൂട് കുത്തരിക്കാൻ വേണം. എന്റെ നല്ല കുഞ്ഞല്ലേ, നോക്കി 15 സ്പൂൺ കുടിച്ചാൽ മതി. നോണ പറയരുത്. മിനി ഞാൻ നമ്മ അപ്പം കറി ഉണ്ടാക്കി തന്നേ. ഇന്നലെ ഒരു ദിവസമല്ലേ, ഇന്നും കൂടി കുടിച്ചാൽ മതി. പ്ലീസ് നല്ല കുഞ്ഞല്ലേ. അയ്യേ അല്ല, കഞ്ഞി കുടിച്ചാ നല്ല സുന്ദരിയാവും, മുടി വളരും, കണ്ണൊക്കെ നല്ല ഭംഗിയാവും. അതുകൊണ്ട് ഡാഡി പ്രത്യേകം പറഞ്ഞേക്കണതാ കുഞ്ഞിന് കഞ്ഞി തന്നെ തരണം. ഞാൻ കൊറേ വിളിച്ചല്ലോ, എന്നിട്ട് എന്താ എടുക്കാഞ്ഞ്? നീ എന്തിനാ എന്നെ വിളിക്കണേ? പിന്നെ എന്റെ ക്ലീറ്റോനെ എനിക്ക് വിളിക്കണ്ടേ? അയ്യോ, എന്റെ ക്ലീറ്റോ രാവിലെ പറഞ്ഞൊക്കെ മറന്നുപോയായിരിക്കും. ഞാൻ മറന്നിട്ടൊന്നുമില്ല. ഞാനും മറന്നിട്ടില്ല. അപ്പൊ പിന്നെ വരില്ല എന്ന് പറഞ്ഞിട്ട് വരണ്ടാന്ന് തന്നെ വിചാരിച്ചു. പിന്നെന്തൊക്കെ പോന്നേ? എന്റെ കൊച്ചിവിടെ കിടക്കല്ലേ. കൊച്ചിനെ കാണാൻ വേണ്ടി വന്നതാ? ആ. അപ്പൊ എന്നെ കാണണ്ടേ? അയ്യോ, കണ്ടിടത്തോളമൊക്കെ മതി. കഞ്ഞി തരട്ടെ, ചൂടുണ്ട്. അപ്പൊ ഉള്ളി ഇല്ലാതെ ഇങ്ങനെയുള്ള ആഹാരം ഉണ്ടാക്കാനെന്ന് നിനക്ക് അറിയാം അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇത് ഉണ്ടാക്കിയെങ്കിൽ എന്നോട് ഈ വഴക്കിടേണ്ട വല്ല കാര്യം ഉണ്ടായി. അപ്പൊ എനിക്ക് എന്റെ ക്ലീറ്റോനോട് തല്ലുപിടിക്കാൻ പറ്റുമോ? ഓ, തല്ലുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിക്കണേ? അങ്ങനൊന്നും പറയും.
എനിക്ക് ക്ലീറ്റോനോട് എന്തും പറയാലോ. എന്തും പറയാം, എന്തും പറയാതെ പറഞ്ഞാൽ പറഞ്ഞു മനുഷ്യനും മനസ്സ് വിഷമിക്കുന്ന രീതിയിലൊക്കെ എന്തിനാ അങ്ങനെ ആവശ്യമില്ലാതെ മനസ്സൊക്കെ വിഷമിക്കണേ? ഞാനല്ലേ ഞാൻ വരണ്ടെന്ന് തന്നെ വിചാരിച്ചു. അയ്യോ വരാതിരുന്നാ തങ്കം എന്ത് ചെയ്യും? അങ്കോ എന്ത് ചെയ്യും? അതെ, നിനക്കറിയാലോ, എന്നോട് ദേഷ്യത്തിൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കൂല. അതെൻ്റെ പണ്ടവിടെ ഒരു ശീലമാണ്. നേരത്തോടെ പറഞ്ഞു പോകും, അങ്ങനെ ഞാനെല്ലാം അനുസരിക്കും. ഇനി ദേഷ്യപ്പെടില്ല കേട്ടാ. ക്ലീറ്റോ, എന്നാ തങ്കം സ്നേഹത്തിലൊരു കാര്യം പറയട്ടെ. സ്നേഹത്തോടാണെങ്കിൽ പറഞ്ഞു. സ്നേഹത്തോടാണെങ്കിൽ പറഞ്ഞു. എൻ്റെ ക്ലീറ്റോ, ഒരു ജോലിക്ക് പോവോ? ജോലി ചുമ്മാ അല്ലടി എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നാത്ത ഏത് സമയം ജോലി. ഞാൻ ഈ ചെയ്യണ ജോലി ഒന്നും പോരാ അവക്ക്. എന്നെ ജോലിക്ക് വിടണം എന്നെ അങ്ങ് ഒന്നാക്കി കളയോളൂ. മതിയായില്ല. നീ കുടിക്ക്. ഇപ്പൊ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണേ എന്റെ കൊച്ചിനെ കൂടെ കൊണ്ടേ എന്നെ പോകും. നിന്റെ ഡാഡിനോട് നല്ലത് പറഞ്ഞിട്ടും കാര്യമില്ല. വേഗം കുടിക്കാൻ കൂടെ. അല്ല മുഴുവൻ കുടിക്കണം. കുടിച്ചിട്ട് പോകാൻ ഇങ്ങോട്ട് വന്നേ. അതെ, രാവിലെ ഇവിടെ ഒരു പേപ്പർ വെച്ച് ചെയ്തത് ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കരയോരത്ത് നിന്നാലേ ബാബുചേട്ടാ, ഇവിടെ കച്ചവടം വെക്കല്ല, ഡേ കണ്ട പ്രശ്നവും. ഞാൻ ടിക്കറ്റ് വിൽക്കാനല്ല, എനിക്ക് കനകനെ അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. കനകനെ എന്താ കാര്യം? നമ്മുടെ ക്ലീറ്റസിൽ ലോട്ടറി അടിച്ചു. സെക്കൻഡ് പ്രൈസ്. അത് ശരി. 5 ലക്ഷം രൂപയാണ് സമ്മാനം. കനക ഇങ്ങോട്ട് വന്നേ. 5 ലക്ഷം രൂപ? 5 ലക്ഷം രൂപ ലോട്ടറി അടിച്ചിരുന്നു. 5 ലക്ഷം രൂപ ലോട്ടറിയോ? ലോട്ടറി അടിച്ചു. സെക്കൻഡ് പ്രൈസ് 5 ലക്ഷം രൂപ. ചുമ്മാ സത്യം തന്നെ? നമ്മുടെ ക്ലീറ്റസിനെ അന്വേഷിച്ചിട്ട് കാണാനും ഇല്ല, വിളിച്ചിട്ടോട്ട് കിട്ടാനും ഇല്ല. 5 ലക്ഷം രൂപ? 5 ലക്ഷം രൂപ. എന്തൊരു ഭാഗ്യമാണ് ഇവന്റെ. ക്ലീറ്റസിനെ കാണാൻ എത്രയും ലോട്ടറി എന്നെ കൊണ്ട് നേപ്പിക്കാൻ പറയണം. ഓ പിന്നെന്താ, പൈസ വാങ്ങിച്ചു കൊടുക്കണേന്ന്. മേടിച്ചോട്. എടുത്തോ. നമുക്ക് വേണ്ട ഒരു 10 പൈസ പമ്പറെങ്കിലും കിട്ടിയേട്ടാ. ചേട്ടന് ഒരു നമ്പർ അടിക്കണ്ട. പൈസ പിന്നെ തന്നാ മതി. വേണ്ടത് ഇതൊക്കെ ക്ലീറ്റസിനെ പോലെയുള്ളവർക്കേ കിട്ടുള്ളൂ. നമ്മൾ ഒരിടപാടും ഇല്ല സർക്കാരായിട്ട്. ക്ലീറ്റസിനെ 5 ലക്ഷം രൂപ അവനടിച്ചെന്നാ? പറഞ്ഞ കേട്ടില്ലേ? 5 ലക്ഷം രൂപ അടിച്ചു. എന്നാ ശരി. കമ്മീഷൻ കിട്ടുമല്ലേ ചേട്ടാ? നമ്മുടെ ജീവിതമാർഗം. പിന്നെ മറന്നുപോയില്ല, ആ ടിക്കറ്റ് എത്രയും വേഗം എന്നെ ഏൽപ്പിക്കാൻ പറയണം. ഓ എത്തിക്കാന്നേ. ശരി. എന്റെ ഫാസിലെ ഞാൻ ജയിച്ചോടും. എന്തിനാ അവന് പൈസ കിട്ടിയതിന് നീ ജയിക്കണ എങ്ങനെയാണ്? അല്ല, ഇനി എന്റെ മുകളിലുള്ള ഈ ചോദ്യം നിൽക്കല്ലോ. അവനൊക്കെ 5 കോടി കിട്ടിയാൽ നന്നാവില്ല, പിന്നെയാണ് 5 ലക്ഷം. ഒന്നുമില്ലടാ, ഈ പൈസ കൊണ്ട് എന്തെങ്കിലും ഒരു നല്ല ബിസിനസ് ഏർപ്പാടായി കൊടുക്കണം. അവനാ നടന്നത് തന്നെ. അല്ല, ചെയ്യോ നോക്കാലോ. വെല്ലോ മേടിച്ച് തിന്നാൻ പറ അവനോട്. ഇനി കച്ചവടം നടത്തിയിട്ട് വേണം പിന്നെ കടം ഉണ്ടാക്കിയിട്ട് നീ തന്നെ വീട്ടാൻ. വിളിച്ചോട്. വിളിക്ക്. എവിടെയാണോ എന്തോ. അപ്പടി അവനാ കുറ്റവും പറയും. അവനെന്ത് നന്നായി ഇടപെടെ. അവനാ പൈസ മേടിച്ചോണ്ട് പോയിട്ടുണ്ടാവും. അതിനൊരു ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടില്ലല്ലോ. അതെ, നീ വണ്ടി നിർത്തേ. എന്തിനാണ് അതിനിപ്പൊ തന്നെ പോയി പറയണത്? അല്ല, നമുക്ക് വീട് വരെ പോട്ടെ. വീട്ടിലാവുമ്പോ പോയി പറഞ്ഞോളൂ, നിനക്ക് വേറെ പണിയൊന്നുമില്ല. തങ്കത്തിനോടൊന്ന് പറയാൻ അവൾക്കൊരു സന്തോഷമാവുമല്ലോ. തങ്കത്തിനോടല്ലേ അവൻ വന്ന് പറയണത്, നീ പോയി പറയണ എന്തിനാണ്? പൊട്ടത്തൊക്കെ ഒരു സന്തോഷം. നീ ആ വണ്ടി സന്തോഷമൊക്കെ ശരിയാണ്, പെട്രോൾ അടിക്കാനോട്ടാ. അല്ലെങ്കിൽ പിന്നെ നിന്റെ വണ്ടിയിൽ നീ പെട്രോൾ അടിക്കല്. എനിക്ക് സർക്കാർ പൈസ തന്നെ നിന്നെ ചോന്നുകൊണ്ട് നടക്കണേനാന്ന് തോന്നുന്നു. വേമ്പാ. അതെ, ഞാൻ ആ സ്ക്രൂ ഡ്രൈവർ ലോട്ടറി അടിച്ചതും അമ്മാവന് വയറിളകിയതും. കാണി പോരാട്ടാ. തങ്കം, തങ്കം, അളിയാ, അളിയാ, തങ്കം, തങ്കം, കേട്ടോ എടീ, എവിടെ പോയി? വാ വന്നേ. നീ എന്താ കാണിച്ചോണ്ടിരിക്കണേ? ഞാൻ ആ സ്റ്റോർ റൂം ഒന്ന് മെനയൊക്കെ എന്റെ പൊന്നോ, അപ്പടി ചപ്പും ചവറും. അങ്ങോട്ടേക്ക് കാര്യം പറയട്ടെ. പണിയുണ്ടടാ, തീർന്നിട്ടില്ല. എന്താ അറിഞ്ഞിട്ടില്ലല്ലേ?
ഇല്ല അറിഞ്ഞിട്ടില്ല. കളിക്കല്ലേ രണ്ടും കൂടി? എന്താന്ന് വെച്ചാ പറ ഫാസിലെ. അറിഞ്ഞില്ല? ഇല്ല. ഈറ്റ വിളിച്ചില്ലേ? ആ എന്നൊരു കാര്യമുണ്ട്. പ്രമോഷനായോ? പ്രമോഷൻ ഒന്നല്ലേ, എന്ത് പ്രമോഷൻ? അല്ല വേറൊരു സംഭവം ഉണ്ട്. ഇപ്പൊ ക്ലീറ്റസ് ഒന്നും പറഞ്ഞില്ലേ? അവരെന്തൊരു പോങ്ങനാണ്, അവനെന്താ വിളിച്ചു പറഞ്ഞൂടെ? എന്നാല് എന്താ ടെൻഷൻ അടിപ്പിക്കല്ലേ? അവൻ അറിഞ്ഞു കാണൂലേ? അവനൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ആരാ മോൻ. ക്ലീറ്റസിന് ലോട്ടറി അടിച്ചു വന്നു. കേരള ലോട്ടറിയുടെ 5 ലക്ഷം രൂപ 2ാം സമ്മാനം ക്ലീറ്റസിനാണ് അടിച്ചത്. അന്ന് നമ്മുടെ ലോട്ടറി വെക്കണ ബാബു ചേട്ടനില്ലേ, പുള്ളി പറഞ്ഞാണ് അയാളുടെ അടുത്ത് എടുത്ത ടിക്കറ്റിനാണ് ഇവൻ അടിച്ചേക്കണത് 5 ലക്ഷം രൂപ. എന്താടി കുന്ത പിടിക്കണേ? സന്തോഷായില്ലേ? ഈ മാതിരി കാര്യങ്ങളൊക്കെയാണോ വന്ന് പറഞ്ഞ് പറ്റിക്കണത്? ചുമ്മാതിരി. ഇല്ല തങ്ക ഉറപ്പാണ് 5 ലക്ഷം രൂപ അടിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം, ആ പൈസ വാങ്ങിച്ചിട്ട് വെറുതെ അനാമത്തായിട്ട് വെറുതെ ചെലവാക്കി കളയരുത്. എങ്ങനെയാലും ഇപ്പൊ അതിന് കമ്മീഷൻ പോയി കഴിഞ്ഞിട്ട് എത്ര രൂപ അവിടെ? 30% കമ്മീഷൻ. അപ്പൊ ഒരു 1.5 രൂപ പോകും, 3.5 രൂപ ഈ കിട്ടും. എന്നാലും 3.5 കിട്ടൂലേ? വെറുതെ ഇടണാണല്ലോ. 3.5 ലക്ഷം രൂപ കിട്ടും. അതെ, ഞാൻ അത്രയും പൈസ ഒരുമിച്ച് കണ്ടിട്ടില്ല. അതൊക്കെ യോഗം വന്നാ കാണും. അതെ, ഇനി അവൻ വരുമ്പോ വെറുതെ ഉള്ള പൈസ മുഴുവൻ അവന്റെ കയ്യിൽ കൊടുക്കരുത്. വെറുതെ വഴക്കും കടന്നിന് നിൽക്കരുത്. ആ കടം കൊടുക്കാനൊക്കെ ഉള്ള പൈസ ഇല്ലേ, അതൊക്കെ എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കും. അതുപോലെ ആ ബാങ്കിലൊക്കെ ഉള്ള പൈസ കൃത്യമായിട്ട് കൊണ്ടുപോയി അടയ്ക്കും. എന്നിട്ട് എന്നാലും മിച്ചം കിട്ടും കുറച്ച് പൈസ. അത് ആ കൊച്ചിന്റെ പേരിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും, ഫിക്സഡ് ആയിട്ട്. അയ്യോ, എനിക്ക് വണ്ടിയൊന്നും വേണ്ട. അവന് ഉപദ്രവിക്കാതിരുന്നേച്ചാ മതി. നിങ്ങൾ നന്നായിട്ട് ഒന്നും വേണ്ട. അപ്പൊ നീ ഇത് ചെയ്യണം. എനിക്കത് മാത്രമേ നിന്നോട് പറയാനുള്ളൂ. ഇനി പക്ഷെ അവൻ എന്താ വിളിച്ച് പറയാതിരുന്നത്? അവൻ തങ്കത്തിന് സർപ്രൈസ് ആയിക്കോട്ടെ എന്നുള്ള പൈസ ആയിട്ട് വരാൻ നമ്മുടെ ക്ലിറ്റൊക്കെ നല്ലോണം. പിന്നെ ബാബു എന്ന് പറയണോ? ബാബുവിനറിയാ ഇന്ന നമ്പർ ഇന്ന ആരാ കൊണ്ടുപോയൊക്കെയാണ്. എന്നോട് ഒന്നും പറഞ്ഞില്ല ക്ലീറ്റോ. ലോട്ടറി എടുത്ത വിവരം കൂടി പറഞ്ഞില്ല. അത് പറയൂലല്ലോ. അമ്മേനോട് ജമന്തിനോടൊക്കെ പറഞ്ഞോ? അവര് പുറത്തു പോയിരിക്കല്ലേ. ഒന്ന് വിളിക്കടാ, ജമന്തിനെ വിളിക്കടാ. ഞാൻ ആദ്യം ക്ലീറ്റസിനെ വിളിച്ചോട്ട്. എനിക്ക് തോന്നണേ ഇവൻ പൈസ മേടിച്ചിട്ട് ഇനി പാലക്ക് വിട്ടിട്ടുണ്ടാവും ഇവളോട് പറയാതെ. മിണ്ടൂല്ലേ, ചെയ്യൂലെന്നാ. ആ അളിയാ, നീ എവിടെയാ? എവിടെയാണേ? ആ ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ആ അറിഞ്ഞിട്ടില്ല അവൻ. പിന്നെ ലോട്ടറി അടിച്ച കാര്യമൊക്കെ അറിഞ്ഞിരിക്കുന്നു. ഇപ്പോഴേ തള്ളു തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, അതെ നീ കയ്യോടെ ആ സുരേന്ദ്ര മുതലാളിനെ വിളിച്ച് പറഞ്ഞു തരി. ആ കാശാള് മേടിച്ചെടുത്തോട്ടെ. ശരിയാ. അയാള് വഴി നടത്താനല്ലേ, എവിടെ വെച്ച് കണ്ടാലും ചോദിക്കും. ഇല്ല, അയാള് പറഞ്ഞു തരി. വന്ന അയാള് കയ്യോടെ മേടിച്ചോണ്ട് പോയിക്കോളൂ. എന്തായാലും പോട്ടെ. ആ മുതലാളി, ആ ഞാനാ കനകനാ, മറ്റേ ക്ലീറ്റസിന്റെ അളിയൻ. ഓ, ക്ലീറ്റസിന്റെ അളിയൻ കനകൻ. ആ അതെ, ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ കനക, പറയൂ. അളിയന് ലോട്ടറി അടിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപ. അതുകൊണ്ട് മുതലാളിക്ക് തരാനുള്ള പൈസ ഉണ്ടല്ലോ, അത് കയ്യോടെ വാങ്ങിച്ചോ. ആ ആ ഓക്കെ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി മുതലാളി. ശരി 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 ശരി, ഓക്കെ. ഓ അങ്ങനെയാണത് നിർത്തൂല്ല. എല്ലാരും ഉണ്ടല്ലോ. ഇരിക്കാനൊന്നും സമയമില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊരു ശല്യാണെന്ന ബാങ്കുകാര്. ഓ ലോൺ അടക്കാനായിട്ടായിരിക്കുള്ളൂ. അടയ്ക്കാഞ്ഞിട്ട് ഒന്നുമല്ല,
രണ്ട് ബാങ്കിലെ മാനേജർമാരും കൂടെ എന്നെ പിടിയും വലിയും ക്ലീറ്റോ ലോട്ടറി ഞങ്ങൾക്ക് തരണം, ക്ലീറ്റോ ലോട്ടറി ഞങ്ങൾക്ക് തരണമെന്ന്. ഞാൻ പറഞ്ഞു എന്നെ ആര് നല്ലപോലെ കാണുമോ അവർക്ക് ഞാൻ ടിക്കറ്റ് കൊടുക്കാതെ പറഞ്ഞു. ക്ലീറ്റോനോട് ഞാൻ കൂട്ടില്ല. എന്ത്? ക്ലീറ്റോ എന്നോട് വിളിച്ച് പറഞ്ഞില്ലല്ലോ. അയ്യോ എടി ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഇരുന്നല്ലേ, അതിനുമ്പോ അമ്മമാരും ഒന്നുകൂടെ പൊളിച്ച്. അതെ, അതിന് മാത്രം പൈസ ഒന്നുമില്ല, ബാങ്കുകാർ തല്ലിവിടാൻ മാത്രമുള്ള പൈസ ഒന്നുമില്ല, ആകെ 5 ലക്ഷം രൂപയല്ലേ ഉള്ളൂ. അല്ല 5 ലക്ഷം രൂപയ്ക്ക് എന്താ ഒരു മതിപ്പില്ലേ? അല്ല നിങ്ങൾ പറയണട്ടോ, നീ അതോ കോടീശ്വരൻ. 3.5 ലക്ഷം കിട്ടും. ആ 3.5 എന്ന് പറഞ്ഞാൽ 3.5 അല്ല 3.25 വരെയൊക്കെ കിട്ടും. 30%. എന്നാലും പോട്ടെ, എന്നാലും ഒരു തുക ഉണ്ടല്ലോ കയ്യിൽ. അതെ, നമുക്കത് മതി. അതിന് വേറൊരു കാര്യം, എന്തേ? ഈ പൈസ കയ്യിൽ കിട്ടുമ്പോ അത് വെറുതെ അങ്ങ് പുല്ല് തൂത്ത പോലെ കളയരുത്, ദയവ് ചെയ്തിട്ട് നീ കേട്ടാ. ആ ബാങ്കിലെ പൈസ ആദ്യം കൊണ്ടുപോയിട്ട് അടക്കണം, ലോണിന്റെ. പിന്നെ എത്ര കടക്കാരുണ്ടോ അത്രയും കടക്കാരുടെ പൈസ കൊടുത്ത് തീർക്കണം. എന്നിട്ട് ആദ്യം നിന്റെ തടി അങ്ങ് ശുദ്ധാക്കും. പിന്നെ എങ്ങനെ പോയാലും അതിലൊരു 19,000 രൂപ ബാക്കിയുണ്ടാവും. അതിനുള്ള കട നിനക്കുള്ളൂ. ഒരു 50,000 രൂപയും കണ്ട് ബാക്കിയുണ്ടാവും. അത് ആ കൊച്ചിന്റെ പേരിൽ ഒരു ഫിക്സഡ് ആയിട്ട് ബാങ്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ സുരേന്ദ്ര മുതലാളിനോട് വിവരം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല ആ കട നമുക്ക് ആദ്യം അങ്ങ് വീട്ടാ. നിനക്ക് ഭ്രാന്തുണ്ടാ? എന്തിനാണ് വിളിച്ച് പറയാൻ പോയെ? അല്ലേ ഇതെന്താണിത്? ഒരുത്തിന്റെ കയ്യിൽ ഇച്ചിരി പൈസ വന്നപ്പോ പിന്നെ അതിന് കണക്ക് പറയാൻ ആൾക്കാരെ അത് എങ്ങനെ ചെലവാക്കണമെന്ന് എനിക്കറിയാം. എനിക്ക് കിട്ടിയ കാശ് എന്ത് ചെയ്യണമെന്നുള്ളത് അതിനാരും കണക്ക് പറയണ്ട. എനിക്ക് കുറെ കണക്കൂട്ടലുകളൊക്കെ ഉണ്ട്. അല്ല, നീ ഒളിച്ചു നടക്കുന്ന പോലെ എനിക്ക് ഒളിച്ചു നടക്കേണ്ട കാര്യമില്ലല്ലോ. നിന്നോട് ആരെങ്കിലും ഒളിച്ചു നടക്കാൻ പറഞ്ഞു? ആ സുരേന്ദ്രന്മാരെതിരെ വരുമ്പോൾ നമ്മൾ മാറിപ്പോണ്ട സ്ഥിതിയാണ്. അയാൾ ചോദിച്ചു ഈ സുരേന്ദ്രൻ മോലാളി എടുത്ത് പറയാം നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞേരാ. ക്ലീറ്റോ നിന്റെ പൈസ വായ്പ ചോദിച്ചല്ല, നീ ഉണ്ടാക്കിയ കടം കൊടുത്ത് തീർക്കാനല്ലേ പറഞ്ഞു. എടാ ഇത് എന്റെ പൈസ, എനിക്ക് കർത്താവ് വരദാനമായിട്ട് തന്ന പൈസ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് കണക്കൂട്ടലുണ്ട്. ആ പൈസയില് തല്ല് പിടിക്കണല്ല, നീ ഇതിന്റെ ജോലിയൊക്കെ തന്നും. അല്ല നിനക്ക് ആ പൈസ അയാൾക്ക് കൊടുത്താൽ എന്താ കുഴപ്പം? അല്ല ഞാൻ കൊടുക്കണോ വേണ്ടത് ഞാൻ തീരുമാനിക്കാം. എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ കൊടുക്കും, ചിലപ്പോ കൊടുത്തില്ല എന്നും വരും. നീ ചുമ്മാ എന്താ ഇവന്റെയൊക്കെ വായും കേട്ടോളൂ, അതും ഇതും കേൾക്കായിരുന്നോണോ? സ്വഭാവം ഉണ്ടാ ഇവളെന്തായിരുന്നു? ജമന്തിക്ക് മാല, നിനക്ക് വണ്ടി, പിന്നെ ഈ ജാതി കോപ്പിൽ അളിയൻ. എനിക്ക് ഒരുപാട് കണക്കൂട്ടലുകളുണ്ട്. അതൊക്കെ എനിക്ക് ചെയ്ത് തീർക്കാണ്ട്. നിങ്ങളാരും ഇപ്പൊ ആ പൈസ കണ്ടുകൊണ്ട് ആരും ഇവിടെ വ്യാമോഹിക്കണ്ട കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും 10 പൈസ വേണ്ട നിന്റെ അത്. അല്ലെങ്കിൽ ഞാൻ തരാൻ പോണു നിനക്ക്. ഉടുപ്പ് മാറ്റാനാ? എനിക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവനങ്ങനല്ലേ അറിയൂ. തങ്കം, എന്റെ ഇന്നലെ ഷർട്ട് എവിടെ? ഇന്നലെ ഷർട്ട് അലമാരിൽ വേറെ ഷർട്ട് ഇരിക്കണം, അതെടുത്തിട്ടോ. ഞാൻ ഇന്നലെ രാവിലെ പുറത്തോട്ട് ഇട്ടുള്ള ഷർട്ട് എവിടെയെന്നാ ചോദിച്ചാൽ? അതെവിടെയെങ്കിലും കിടപ്പുണ്ടാവും ക്ലീറ്റോ. ഇപ്പൊ ആ ഷർട്ട് ഇത്ര അത്യാവശ്യമായിട്ട് ഷർട്ട് കാര്യമുണ്ടടി. എന്താ നിനക്ക് പ്രാന്ത് പിടിച്ചോ? ഭ്രാന്താണ് എനിക്ക് ഭ്രാന്ത്. എന്താ ഷർട്ടിനകത്ത് ടിക്കറ്റ് ലോട്ടറി ടിക്കറ്റ് ഷർട്ടിനകത്തായിട്ടിരുന്ന ഷർട്ട് എവിടെ? എവിടെയത്? എന്താ നിനക്ക് പ്രാന്ത് പിടിച്ചോ? ഭ്രാന്താണ് എനിക്ക് ഭ്രാന്ത്. എന്താ ഷർട്ടിനകത്ത് ടിക്കറ്റ് ലോട്ടറി ടിക്കറ്റ് ഷർട്ടിനകത്തായിട്ടിരുന്ന ഷർട്ട് എവിടെ? എവിടെയത്? തങ്കം എടുക്ക് തങ്കം. ഒരു രീതിയിൽ എന്നെ ജീവിക്കാൻ ഇവിടെ ആരും സമ്മതിക്കും. എന്താണ് ഇതെന്താ ലോട്ടറി ടിക്കറ്റാ? അയ്യോ ഇത് കുതിർന്നു പോയല്ല. കൊള്ളാം, 40 കഷ്ണമായി. 40 ബാങ്ക് കൊടുക്കാം. Alien versus Alien.